ഈ സുഡാപ്പികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇവിടെയുള്ള മുസ്ലിങ്ങളെ എല്ലാം അപരവൽക്കരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇവിടെയുള്ള മുസ്ലിങ്ങൾക്ക് ഇവർ കൊടുക്കുന്ന സന്ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല ഭംഗിയായിട്ട് മതസൗഹാർദ്ദത്തിൽ സെക്യുലറിസത്തിൽ ജീവിച്ചു പോകുന്ന ഒരു സൊസൈറ്റിയാണ് കേരളത്തിലെ സൊസൈറ്റി എന്ന് പറയുന്നത്. അങ്ങനെ നമ്മളിങ്ങനെ ജീവിച്ചു പൊയ്ക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇവരെന്ത് ചെയ്യും? ഇതുപോലത്തെ വിഷയങ്ങളൊക്കെ ഉണ്ടാക്കും. ഇതൊക്കെ ഒരു ടെസ്റ്റ് ഡോസാണ്. ഇതൊക്കെ ഉണ്ടാക്കി സമൂഹത്തിന് മുമ്പിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഇത് വലിയ വിഷയമായി. ഇപ്പോൾ ഭൂരിഭാഗമുള്ള നിഷ്പക്ഷരായിട്ടുള്ള നിഷ്കളങ്കരായിട്ടുള്ള പല മുസ്ലിം സമൂഹത്തിലെ പല ആൾക്കാരുടെ മനസ്സിൽ കന്യാസ്ത്രീക്ക് ശിരോവസ്ത്രമിടാം, എന്നാൽ ആ കുട്ടിക്ക് എന്തുകൊണ്ടാണ് ഹിജാബ് ഇടാൻ പറ്റാത്തത്? വളരെ സിമ്പിളായിട്ടുള്ള ഒരു ലോജിക്കാണ്. അതെന്തുകൊണ്ടാണ് ഇടാൻ പറ്റാത്തത് എന്നുള്ളൊരു ചോദ്യം അവരുടെ മനസ്സിലുണ്ട്. അതിന് ഒരുപാട് റീച്ച് കിട്ടുകയും എന്നാൽ അതിൻ്റെ നിയമപരമായിട്ടുള്ള സാധ്യതകൾ ഓരോ ആൾക്കാർ വിശദീകരിക്കുകയും അതിന് റീച്ച് കിട്ടാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഇവിടുത്തെ അപകടകരമായിട്ടുള്ള സിറ്റുവേഷൻ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ കന്യാസ്ത്രീകൾക്ക് ശിരോവസ്ത്രമിടാം, കുട്ടികൾക്ക് ഇട്ടുകൂടാ എന്ന് ചോദിക്കുമ്പോൾ പോലീസിനെ തലയിൽ തൊപ്പിവെക്കാം, അങ്ങനെയാണെങ്കിൽ ക്രിമിനൽസിനും തൊപ്പിവെക്കാമല്ലോ എന്ന് പറയുന്ന സാധനത്തിന് റീച്ച് കിട്ടില്ല. ഇനി ഒരു പ്രതി ജഡ്ജിയുടെ അടുത്ത് നിൽക്കുന്നു, കോടതിയിൽ ജഡ്ജി കോട്ടിട്ടുകൊണ്ട് നിൽക്കുന്നു, അതുകൊണ്ട് ഈ പ്രതി പറയുകയാണ് എനിക്കും കോട്ട് വേണം എന്ന് പറയുന്ന ഒരു സാഹചര്യം നമ്മൾ വിശദീകരിക്കുമ്പോൾ അതിന് റീച്ചില്ല. എന്തായാലും നമുക്ക് ഈ കാര്യങ്ങളോട്ട് വരാം. അങ്ങനെ